അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്ട. ഇവിടെ ഒരു നോമ്പ് തുറ പരിപാടിയുമായിട്ട് വന്നതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമ്മുടെ അൻഫലിക്കുണ്ട് കേട്ടാ. അപ്പോ ഞങ്ങൾ ഈ നോമ്പ് തുറന്റെ ഇടയിൽ ഒരു മിനിസ്റ്ററെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. 30 വർഷമായിട്ട് എല്ലാ നോമ്പും മുടങ്ങാതെ എടുക്കുന്ന അല്ലെ ഒരു മിനിസ്റ്റർ നമ്മുടെ ഈ മന്ത്രിസഭയിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കാണണം. ആ എളിമ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായി. ഒരുപാട് അറിവുകൾ നമുക്ക് പഠിച്ചെടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് പ്രത്യേകത ഉണ്ട്. നമുക്കൊക്കെ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. അതെ അതെ. പക്ഷെ സാറിന് നോമ്പ് നോൽക്കൽ നിർബന്ധമല്ല. എന്നിട്ടും 30 വർഷം അപ്പൊ അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചാൽ, ഞങ്ങളൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒരു പെർമിഷൻ വാങ്ങി സാറൊന്ന് ഇന്റർവ്യൂ ചെയ്യാന്നുള്ളൊരു സന്തോഷത്തിലാണ്. ഇത് വലിയൊരു സംഭവമാണ്. സംഭവം 30 വർഷമായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ നമ്മളൊക്കെ നോമ്പ് അത്രയും പോരാ. അതിന് മുന്നേ നോമ്പ് എടുക്കാൻ തുടങ്ങിയ ഒരു അതിന് സാറിന് പ്രചോദനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? അതൊക്കെ നമുക്ക് ചോദിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആവും. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് സാർ കൊടുക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രസാദ് സാറാണ്ട, പി പ്രസാദ് ആണ് സാറിന്റെ പേര്. അത് അഗ്രികൾച്ചർ മിനിസ്റ്റർ ആണ്. ഭക്ഷണത്തിന്റെ മെയിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ്. നമ്മളോടൊപ്പം അല്ലേ നോമ്പ് നോക്കുന്ന അത് 30 വർഷമായിട്ട്. സാറേ, ഈ നോമ്പിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ എഴുതട്ടെ. നിങ്ങൾ മാത്രം ഞാൻ എന്റെ വീടിന്റെ അടുത്തെല്ലാം ഉള്ളതും എന്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളതും എനിക്ക് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ ഒരു ബാല്യകാലം മുതൽ കാണുകയും കേൾക്കുകയും അടുത്ത് ഇടപഴകുകയും ചെയ്യുന്ന വീടുകൾ, ആളുകൾ എല്ലാം ഈ വിഭാഗത്തിലാണ്. അപ്പോൾ അവരെല്ലാം ഈ ഒരു സമയം, ഒരു റമദാന്റെ സമയത്തേക്ക് എത്തുമ്പോൾ അവരെല്ലാം നോമ്പ് അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഒരു കൗതുകമാണ് ഉണ്ടാവുക. ആ കൗതുകം, ഒരു താല്പര്യം ഉണ്ടാകുന്നു. നമുക്കിങ്ങനെ ആയാലോ എന്ന് ആലോചിക്കും. അത് പക്ഷേ എന്തോ നമ്മുടെ ഒരു സാഹചര്യങ്ങൾ, മറ്റു വീടിന്റെ രീതികളൊക്കെ കൊണ്ട് ആ കാലത്തൊന്നും നമുക്ക് അറിഞ്ഞിട്ടില്ല. എന്നൊരു കോളേജിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഇതിനോടൊരു അടുപ്പം കൂടുന്നു, ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതലുണ്ടാകുന്നു. പിന്നൊരു കൗതുകം എന്നുള്ളത് മാറുകയും ഒരു ഐക്യദാർഢ്യം എന്നുള്ളത് വരികയും ചെയ്ത് അങ്ങനെ നോമ്പിലേക്ക് നമ്മൾ കടക്കാൻ നോക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയൊരു ചിട്ട നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ്. അത് വളരെ ഒരു രസകരമായി തോന്നി. ആദ്യം നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പക്ഷെ അതൊരു ചിട്ടയായ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് വരുന്നു. പിന്നെ വിശപ്പെന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. അതൊക്കെ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമായിരുന്നു. അത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആണ്. അപ്പോൾ ഇതൊരു ആ ഭാഗം തരണം ചെയ്യുക എന്നുള്ളൊരു പ്രയാസം വരെ കാര്യമൊന്നും വരുന്നില്ല. അതിങ്ങനെ തുറന്നു വന്നിട്ട് ഇപ്പം ഏതാണ്ട് ഇപ്പൊ ഒരു 1/4 നൂറ്റാണ്ടുകൊണ്ട് ഇത് മുടങ്ങാതെയും പോകുന്നുണ്ട്. ഇടയ്ക്ക് ചില വർഷങ്ങളിൽ മുടങ്ങിയിട്ടുണ്ട് നേരത്തെ തന്നെ. അതെല്ലാം കണക്ക് കൂട്ടിയാൽ ഒരു 30 വർഷത്തിനപ്പുറത്തേക്ക് 30 നോമ്പും പിടിക്കാറുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ആലോചിക്കുക ഇതൊരു